നമ്മുടെയൊക്കെ വീടുകളിലുള്ള കണ്ണാടി നമുക്ക് സൂം ചെയ്ത് നോക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ടൊന്ന് സൂം ചെയ്യാൻ നോക്കിയാൽ അതും നിങ്ങൾക്കൊരു പരിധിക്കപ്പുറം സൂം ചെയ്യാൻ സാധിക്കില്ല. ചില ഫോണുകളിൽ സൂമിംഗ് ഓപ്ഷനേ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ഡിജിറ്റൽ കണ്ണാടിയാക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ ഏതു ഭാഗങ്ങൾ വേണമെങ്കിലും വളരെയധികം സൂം ചെയ്ത് നോക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒക്കെ ടച്ചപ്പ് ചെയ്യുന്നവർക്കും മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടും മുടി ചെയ്യാനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ഡിജിറ്റൽ കണ്ണാടിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളുടെ ഫോണിലെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഒരു തരത്തിലും സൂം ചെയ്യാൻ സാധിക്കില്ല. ചില ഫോണിൽ ഒന്നോ രണ്ടോ സൂമിങ്, അതായത് വളരെ ചെറിയ സൂമിങ് മാത്രമേ ഉണ്ടാവൂ. കാരണം ഇത് സെൽഫി എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു മിററായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഡിജിറ്റൽ മിറർ ആപ്ലിക്കേഷനിൽ ഇത് സാധ്യമാകുന്നതാണ്. ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ പെർമിഷൻ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആകും. അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് നിങ്ങൾക്കിത് സൂം ചെയ്യേണ്ട ഓപ്ഷൻ കാണാം. ജസ്റ്റ് അത് ഇതുപോലെ ഉയർത്തി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മുഖം വളരെ സൂമായി കാണുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇത് ലഭിക്കുക. ചില ഫോണുകളിലൊക്കെ വളരെ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഫേസ് എത്ര വേണമെങ്കിലും സൂം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സ്റ്റിൽ ചെയ്യണമെങ്കിൽ ഇവിടെ ഫ്രീസ് ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം മാത്രം നമുക്ക് നിർത്തി ഫോക്കസ് ചെയ്ത് നോക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി ഈ വെളിച്ചം കുറവുള്ള സാഹചര്യത്തിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ചിത്രം കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ചുറ്റും ഇതുപോലെ ലൈറ്റ് ഓൺ ആകുന്നതാണ്. അപ്പോൾ ഇരുട്ടുള്ള സമയത്തും നമുക്ക് മിറർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിലൂടെ നമുക്ക് ലൈറ്റിംഗ് വ്യത്യാസപ്പെടുത്തി നമുക്ക് കൃത്യമായിട്ട് മുഖം കാണാൻ ഇത് സഹായിക്കുന്നതാണ്. ഫ്രീ ആയി ഉപയോഗിക്കുമ്പോൾ ആപ്ലിക്കേഷനിൽ എങ്ങനെയായാലും പരസ്യങ്ങളുണ്ടാവും. അപ്പോൾ പരസ്യം വരണ്ട എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ മാത്രം ഇൻ്റർനെറ്റ് തടയുക, അല്ലെങ്കിൽ മൊത്തമായിട്ട് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇടയ്ക്ക് പർച്ചേസ് ചെയ്യാനുള്ള പോപ്പപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ചില സമയത്ത് നമുക്ക് ഫുൾ സ്ക്രീനിൽ ഇതുപോലെ പോപ്പപ്പ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. അത് ഒരു വട്ടം എക്സിറ്റ് പോയാലും വീണ്ടും ട്രയൽ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ വരും. അതൊക്കെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എക്സിറ്റ് പോയാൽ മതി. അതുപോലെ ഇടയ്ക്ക് ഇതുപോലെ ബ്ലാക്ക് സ്ക്രീൻ ആയി പോകുന്നതാണ്. അതായത് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നാൽ മാത്രമേ ഇങ്ങനെ ആവുകയുള്ളൂ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ മൊത്തം എക്സിറ്റ് പോയിട്ട് ഓപ്പൺ ചെയ്യാം. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.